ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. 2026 ലോഗോസിന് പഠിക്കാനുള്ള 5 പുസ്തകങ്ങളിൽ ഒന്നാണ് 1 സാമുവേൽ. 1 സാമുവേൽ ആമുഖവും 1 മുതൽ 7 വരെ അധ്യായങ്ങളും ഉൾപ്പെടുത്തി വളരെ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റ് ആണ് ഈ വീഡിയോ. ഇത്തരത്തിലുള്ള 150 മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് 500 രൂപ രജിസ്ട്രേഷൻ ഫീസ് അടച്ച് ഇന്നു തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ വീഡിയോകളിൽ പലരും പറഞ്ഞിരുന്നു ചോദ്യവും ഓപ്ഷൻസും മാത്രം വായിച്ചാൽ മതി, ശരിയുത്തരങ്ങൾ പറയണ്ട എന്നത്. അതേ ഒരു ക്രമത്തിലാണ് ഇവിടെ ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, 1 മുതൽ 4 വരെ രാജാക്കന്മാർ എന്ന ഗ്രീക്കു പാരമ്പര്യം സ്വീകരിച്ച് കാണുന്നത് എവിടെ? ചില കയ്യെഴുത്ത് പ്രതികൾ, ചില ആധുനിക വിവർത്തനങ്ങൾ, ചില മൂലഗ്രന്ഥങ്ങൾ, ചില പ്രാചീന ഗ്രന്ഥങ്ങൾ. 2, ആരുടെ നേതൃത്വത്തിലാണ് ഫിലിസ്ത്യരെ അവിടവിടെ അമർച്ച ചെയ്യാൻ സാധിച്ചത്? രാജാക്കന്മാരുടെ, സാമുവലിന്റെ, ന്യായാധിപന്മാരുടെ, നേതാക്കന്മാരുടെ? ഒരു പേനയും പേപ്പറും എടുത്ത് ശരിയുത്തരം എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്ന് നിങ്ങൾ എഴുതി വെക്കുക. ഏറ്റവും അവസാനം അത് ചെക്ക് ചെയ്യാൻ കഴിയും. എന്നിട്ട് നിങ്ങളുടെ മാർക്ക് കൂടി കമന്റ് ചെയ്യുക. 3, തങ്ങൾക്ക് ഒരു രാജാവ് വേണമെന്ന് ജനം ശഠിച്ചപ്പോൾ സാമുവലിന്റെ അഭിപ്രായം എന്തായിരുന്നു? മറ്റൊരാളെ നിയമിക്കാം, കർത്താവല്ലാതെ മറ്റൊരു രാജാവ് ആവശ്യമില്ല, കർത്താവിനോട് പ്രാർത്ഥിക്കാം, കർത്താവിൽ ആശ്രയിക്കാം. 4, ഫിലിസ്ത്യരുമായുള്ള യുദ്ധത്തിൽ സാവൂളിന് എന്ത് സംഭവിച്ചു? എ, മുറിവേറ്റു, ബി, തോറ്റു പിന്മാറി, സി, തടവിലായി, ഡി, ശത്രുക്കൾ വളഞ്ഞു. 5, എൽക്കാനയുടെ ഭാര്യമാരിൽ മക്കൾ ഉണ്ടായിരുന്നത് ആർക്ക്? ഹന്നായ്ക്ക്, നവോമിക്ക്, പെന്നീനായ്ക്ക്, റൂത്തിന്. 6, എൽക്കാന ആരെ ആരാധിക്കാനും അവിടത്തേക്ക് ബലിയർപ്പിക്കാനുമാണ് വർഷം തോറും ഷീലോയിലേക്ക് പോയിരുന്നത്? ദൈവമായ കർത്താവിനെ, സൈന്യങ്ങളുടെ കർത്താവിനെ, അത്യുന്നതനായ കർത്താവിനെ, ദൈവത്തെ. 7, എൽക്കാന ഹന്നായെ കൂടുതൽ സ്നേഹിച്ചിരുന്നെങ്കിലും അവൾക്ക് എന്തു മാത്രമേ നൽകിയിരുന്നുള്ളൂ? എ, ഭക്ഷണം മാത്രം, ബി, ഒരു ഓഹരി മാത്രം, സി, ഒരംശം മാത്രം, ഡി, ഒരു ഓമർ മാത്രം. 8, ഷീലോയിൽ വച്ച് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തതിനു ശേഷം ഹന്ന എഴുന്നേറ്റ് എവിടെയാണ് ചെന്നത്? ഏലിയുടെ സമീപത്ത്, കർത്താവിന്റെ ബലിപീഠത്തിന്റെ മുൻപിൽ, കർത്താവിന്റെ സന്നിധിയിൽ, എൽക്കാനയുടെ ഗൃഹത്തിൽ. 9, ഹന്ന തന്റെ നേർച്ചയുടെ ആരംഭത്തിൽ കർത്താവിനെ സംബോധന ചെയ്യുന്നത് എങ്ങനെ? ദൈവമായ കർത്താവേ, സൈന്യങ്ങളുടെ കർത്താവേ, പിതാവായ ദൈവമേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര. 10, 1 സാമുവൽ 1:3 പ്രകാരം ഏലിയുടെ പുത്രന്മാർ ആരെല്ലാം? ഓപ്ഷൻ എ, ഹോഫ്നി, തോഹു, ബി, ഫിനഹാസ്, തോഹു, സി, ഹോഫ്നി, ഫിനഹാസ്, ഡി, ഫിനഹാസ്, എൽക്കാന. 11, പെനീന പ്രകോപിപ്പിച്ചിരുന്നപ്പോൾ ഹന്ന ചെയ്തതെന്ത്? കരയുകയും വിലപിക്കുകയും, കരയുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും, കരയുകയും പാനം ചെയ്യാതിരിക്കുകയും, കരയുകയും പ്രാർത്ഥിക്കുകയും. 12, ഞാൻ നിനക്ക് ആരിലും ഉപരിയല്ലേ എന്നാണ് എൽക്കാന ഹന്നായോട് ചോദിക്കുന്നത്? പുത്രന്മാരെക്കാൾ, സഹോദരന്മാരെക്കാൾ, 10 പുത്രന്മാരിലും 10 പുത്രിമാരിലും. 13, ഹന്ന കർത്താവിനോട് എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? ഹൃദയ വേദനയോടെ, ഹൃദയം നൊന്തു കരഞ്ഞ്, മനം നൊന്തു കരഞ്ഞ്, ആശങ്കയോടെ കരഞ്ഞ്. 14, ഹന്ന ഹൃദയത്തിൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ചലിച്ചു കൊണ്ടിരുന്നത് എന്ത്? കൈകൾ, അധരം മാത്രം, കണ്ണുകൾ, കൈകളും കാലുകളും. 15, വളരെയേറെ എന്ത് അനുഭവിക്കുന്നവളാണ് താൻ എന്നാണ് ഹന്ന ഏലിയോട് പറയുന്നത്? ദുഃഖം, മനോവേദന, സങ്കടം, ആകുലത. 16, ഈ ദാസിയെ എന്തായി വിചാരിക്കരുതേ എന്നാണ് ഹന്ന ഏലിയോട് പറഞ്ഞത്? വിവേകരഹിതയായി, ദുഃഖിതയായി, അന്യസ്ത്രീയായി, അധപ്പതിച്ചവളായി. 17, ഇസ്രായേലിന്റെ ദൈവം നിനക്ക് എന്ത് സാധിച്ചു തരട്ടെ എന്നാണ് ഹന്നായോട് ഏലി പറഞ്ഞത്? നിന്റെ ഇഷ്ടം, നിന്റെ ആഗ്രഹം, നിന്റെ പ്രാർത്ഥന, നിന്റെ അഭിലാഷം. 18, എന്റെ അധരം ശത്രുക്കളെ എന്ത് ചെയ്യുന്നു എന്നാണ് ഹന്ന പറയുന്നത്? പരിഹസിക്കുന്നു, ആക്ഷേപിക്കുന്നു, പുച്ഛിക്കുന്നു, അനുഗ്രഹിക്കുന്നു. 19, ആരെപ്പോലെ
സുസ്ഥിരമായ ഒരു ആശ്രയമില്ല എന്നാണ് ഹന്ന പറയുന്നത്. നമ്മുടെ ദൈവത്തെ പോലെ, ഇസ്രായേലിന്റെ ദൈവത്തെ പോലെ, ദൈവമായ കർത്താവിനെ പോലെ, കാരുണ്യവാനായ ദൈവത്തെ പോലെ. 20 എവിടെ നിന്ന് ഗർവ് പുറപ്പെടാതിരിക്കട്ടെ എന്നാണ് പറയുന്നത്. നിന്റെ അധരത്തിൽ നിന്ന്, നിന്റെ വായിൽ നിന്ന്, നിന്റെ ഹൃദയത്തിൽ നിന്ന്, നിന്റെ നാവിൽ നിന്ന്. 21 സുഭിക്ഷം അനുഭവിക്കുന്നവർ എന്തിനു വേണ്ടിയാണ് കൂലിപ്പണി ചെയ്യുന്നത്? ആഹാരത്തിനു വേണ്ടി, ഭക്ഷണത്തിനു വേണ്ടി, ജീവജലത്തിനു വേണ്ടി, ഉപജീവനത്തിനു വേണ്ടി. 22 അഗതിയെ എവിടെ നിന്നാണ് സമുദ്ധരിക്കുന്നത്? പൊടിയിൽ നിന്ന്, ധൂളിയിൽ നിന്ന്, കുപ്പയിൽ നിന്ന്, പാതാളത്തിൽ നിന്ന്. 23 എൻ്റെ ശിരസ് കർത്താവിൽ എന്തു ചെയ്യുന്നു എന്നാണ് ഹന്ന പറയുന്നത്. ആശ്രയിക്കുന്നു, അഭയം കൊള്ളുന്നു, ഉയർന്നിരിക്കുന്നു, അഭിമാനം കൊള്ളുന്നു. 24 നിന്റെ നാവിൽ നിന്ന് എന്ത് പുറപ്പെടാതിരിക്കട്ടെ? ഗർവ്, ദുഷ്വാക്കുകൾ, നിന്ന വാക്കുകൾ, ഭോഷത്വം. 25 ആരാണ് ശക്തി പ്രാപിക്കുന്നത്? ദൈവത്തിൽ ആശ്രയിക്കുന്നവർ, അശക്തർ, ബലഹീനർ, ദൈവം കടാക്ഷിച്ചവർ. 26 അവിടുന്ന് ധൂളിയിൽ നിന്ന് ആരെ ഉയർത്തുന്നു? നിരാലംബനെ, ദരിദ്രനെ, ദൈവാശ്രയം ഇല്ലാത്തവനെ, ദൈവത്തെ തേടുന്നവനെ. 27 1 സാമുവൽ 2:8 കർത്താവിൻ്റെതാണ് എന്ന് പറയുന്നത് എന്താണ്? ഭൂമിയുടെ അടിത്തൂണുകൾ, ഭൂമിയുടെ അഗാധങ്ങൾ, ഭൂമിയിലെ സർവവും, ഭൂമിയിലെ സൃഷ്ടികൾ. 28 അവർക്കെതിരെ ആകാശത്തിൽ ഇടിമുഴക്കുന്നു. ആർക്കെതിരെ? ഓപ്ഷൻ എ തിന്മയിൽ ചരിക്കുന്നവർക്കെതിരെ, ബി അനീതിയിൽ നടക്കുന്നവർക്കെതിരെ, സി പ്രതിയോഗികൾക്കെതിരെ, ഡി ദുഷ്ടശക്തികൾക്കെതിരെ. 29 അഭിഷിക്തന്റെ എന്താണ് അവിടുന്ന് ഉയരുമാറാക്കുന്നത്? കരം, അഭിമാനം, പദവി, ശിരസ്. 30 പുരോഹിതന്മാർക്ക് വിഹിതം ലഭിക്കേണ്ടത് ആരിൽ നിന്നാണ്? ജനങ്ങളിൽ നിന്ന്, ഭക്തരിൽ നിന്ന്, ദാസന്മാരിൽ നിന്ന്, കാഴ്ചയർപ്പകരിൽ നിന്ന്. 31 അക്കാലത്ത് എന്താണ് ചുരുക്കമായി ലഭിച്ചിരുന്നത്? ദർശനങ്ങൾ, കർത്താവിന്റെ അരുളപ്പാട്, വെളിപാടുകൾ, പ്രവചനങ്ങൾ. 32 ദൈവത്തിന്റെ മുൻപിലെ ദീപം എന്ത് ചെയ്തിരുന്നില്ല? തെളിഞ്ഞിരുന്നില്ല, കൊളുത്തിയിരുന്നില്ല, കത്തിയിരുന്നില്ല, അണഞ്ഞിരുന്നില്ല. 33 കർത്താവാണ് ബാലനെ വിളിച്ചതെന്ന് മനസ്സിലായപ്പോൾ ഏലി ബാലനോട് ആദ്യം പറഞ്ഞതെന്ത്? അത് കർത്താവാണ്, കർത്താവിനെ വണങ്ങുക, ഭയപ്പെടേണ്ട, പോയി കിടന്നുകൊള്ളൂ. 34 അരുളി ചെയ്താലും ആര് ശ്രവിക്കുന്നു എന്നാണ് സാമുവൽ പറഞ്ഞത്? ഞാനിതാ അങ്ങയുടെ ദാസൻ, ഈ ഉള്ളവൻ സാമുവലായ ഞാൻ. 35 കർത്താവ് സാമുവലിന് തന്നെ വെളിപ്പെടുത്തിയത് എവിടെ വച്ച്? മിസ്പായിൽ വച്ച്, ബഥേലിൽ വച്ച്, ഷീലോയിൽ വച്ച്, കർത്താവിന്റെ പേടകത്തിന് സമീപം വച്ച്. 36 ഏലിയുടെ സാന്നിധ്യത്തിൽ ബാലനായ സാമുവൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്ന കാലത്ത് ദർശനങ്ങൾ എപ്രകാരമായിരുന്നു? കുറവായിരുന്നു, കൂടുതലായിരുന്നു, വിരളമായിരുന്നു, ദൈവീകമായിരുന്നു. 37 ദേവാലയത്തിൽ ദൈവത്തിന്റെ പേടകം സ്ഥിതി ചെയ്യുന്നതിനരികെ കിടന്നതാര്? ഏലി, എൽക്കാന, സാമുവൽ, സാമുവലിന്റെ പിതാവ്. 38 കർത്താവ് സാമുവലിനെ വിളിക്കുമ്പോൾ ആര് വിളിക്കുന്നതായാണ് സാമുവൽ മനസ്സിലാക്കിയത്? ഏലി, ദൈവദൂതൻ, തന്റെ പിതാവ്, പ്രവാചകൻ. 39 ഞാൻ നിന്നെ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക എന്ന് ഏലി പറഞ്ഞപ്പോൾ സാമുവൽ എന്തു ചെയ്തു? സത്യം തന്നെയോ എന്ന് ചോദിച്ചു. അവിടെ തന്നെ നിന്നു. അവൻ പോയി കിടന്നു, ചുറ്റും നോക്കി. 40 1 സാമുവൽ 3:8 എത്രാം പ്രാവശ്യമാണ് കർത്താവ് സാമുവലിനെ വിളിക്കുന്നത്? 2-ാം പ്രാവശ്യം, 3-ാം പ്രാവശ്യം, 4-ാം പ്രാവശ്യം, 1-ാം പ്രാവശ്യം. 41 അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിതാ ശ്രവിക്കുന്നു. ആര് ആരോട് പറഞ്ഞു? സാമുവൽ ഏലിയോട്, സാമുവൽ ദൈവദൂതനോട്, സാമുവൽ കർത്താവിനോട്, സാമുവൽ ദൈവത്തോട്. 42 ആർക്കെതിരായി ഞാൻ പറഞ്ഞിട്ടുള്ളതെല്ലാം അന്നു ഞാൻ ആദ്യന്തം നിർവഹിക്കും എന്നാണ് കർത്താവ് പറഞ്ഞത്? സാമുവലിനെതിരായി, ഏലിയുടെ കുടുംബത്തിനെതിരായി, ഏലിയുടെ വംശത്തിനെതിരായി, ഇസ്രായേൽ ജനതയ്ക്കെതിരായി. 43 ഏലി കുടുംബത്തിന്റെ പാപത്തിന് എന്ത് പരിഹാരം ആവുകയില്ല?
ബലികളും കാഴ്ചകളും, ബലികളും നേർച്ചകളും, കാഴ്ച വസ്തുക്കൾ, സുരഭില കാഴ്ചകൾ. 44 സാമുവലിന്റെ കാലത്ത് ഫിലിസ്ത്യർ ആർക്കെതിരെ യുദ്ധത്തിന് വന്നു? വിശുദ്ധ സ്ഥലത്തിനെതിരെ, ഇസ്രായേലിനെതിരെ, എക്രോണിനെതിരെ, എബനേസറിനെതിരെ. 45 യുദ്ധക്കളത്തിൽ വച്ച് വിധിക്കപ്പെടാതെ ശേഷിച്ചവർ എവിടെ തിരിച്ചെത്തി? പാളയത്തിൽ, കൂടാരത്തിൽ, താവളത്തിൽ, ഭവനത്തിൽ. 46 അവിടുന്ന് കർത്താവ് നമ്മുടെ മധ്യേ വന്ന് നമ്മെ എന്തു ചെയ്യുമെന്നാണ് ശ്രേഷ്ഠന്മാർ പറഞ്ഞത്? നയിക്കും, ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കും, അനുഗ്രഹിക്കും, പരിപാലിക്കും. 47 എന്താണ് ഭൂമിയിലെങ്ങും പ്രതിധ്വനിച്ചത്? ശക്തമായ ഇടിനാദം, ആർപ്പുവിളി, ആർത്തുവിളി, കൂട്ടക്കരച്ചിൽ. 48 ഹെബ്രായരുടെ കൂടാരത്തിൽ നിന്ന് പുറപ്പെട്ടതെന്ത്? നിലവിളി, ഉഗ്രാട്ടഹാസം, ആർപ്പുവിളികൾ, ജയാരവം. 49 1 സാമുവൽ 4:3 സമാനമായ വചനഭാഗം. സംഖ്യ 10:40, സംഖ്യ 10:35, സംഖ്യ 30:10, സംഖ്യ 10:10. 50 1 സാമുവൽ 4:4 പുറപ്പാട് 25:22 പൊതുവായി ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം. ഫറവോ, കെരൂബുകൾ, മഹാമാരി, കർത്താവിന്റെ പേടകം. 51 ഫിലിസ്ത്യർ ഇസ്രായേലിനെതിരെ പാളയമടിച്ചതെവിടെ? എബനേസറിൽ, ഹെബ്രോണിൽ, അഫേക്കിൽ, ഈജിപ്തിൽ. 52 യുദ്ധക്കളത്തിൽ വച്ചു തന്നെ എത്ര ആളുകളെ ഫിലിസ്ത്യർ വധിച്ചു? 3000-ഓളം ആളുകളെ, 4000-ഓളം ആളുകളെ, 2000-ഓളം ആളുകളെ, 5000-ഓളം ആളുകളെ. 53 ഫിലിസ്ത്യർ ഇസ്രായേലിനെ യുദ്ധക്കളത്തിൽ പരാജയപ്പെടുത്തിയപ്പോൾ കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം എവിടെയായിരുന്നു? അഫേക്കിൽ, ഈജിപ്തിൽ, ഹെബ്രോണിൽ, ഷീലോയിൽ. 54 കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം കൂടാരത്തിലെത്തിയപ്പോൾ ഇസ്രായേൽ എന്തു ചെയ്തു? ആനന്ദ നൃത്തം ചെയ്തു, അട്ടഹാസം മുഴക്കി, ആർത്തു വിളിച്ചു, ആനന്ദം കൊണ്ട് ആർത്തു വിളിച്ചു. 55 ഹെബ്രായരുടെ കൂടാരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഈ ഉഗ്രാട്ടഹാസത്തിന്റെ സൂചന എന്തെന്ന് തിരക്കിയതാര്? ഫിലിസ്ത്യർ, ഹെബ്രായർ, ഇസ്രായേല്യർ, ഈജിപ്തുകാർ. 56 ആ ദേവന്മാർ ഈജിപ്തുകാരെ ഞെരുക്കിയത് എങ്ങനെ? മഹാമാരികൾ കൊണ്ട്, നിരവധി ബാധകൾ കൊണ്ട്, ദേഹോപദ്രവം കൊണ്ട്, കഠിന പീഡകൾ കൊണ്ട്. 57 ഇസ്രായേൽ പരാജയപ്പെട്ട് കൂടാരത്തിലേക്ക് പലായനം ചെയ്തു. വലിയൊരു ഡാഷ് നടന്നു. 1 സാമുവൽ 4:10 പ്രകാരം പൂരിപ്പിക്കുക. നരവേട്ട, ശത്രുസംഹാരം, ബഹളം, രക്തച്ചൊരിച്ചിൽ. 58 എന്തിനെക്കുറിച്ചാണ് ഏലി ആകുലചിത്തനായിരുന്നത്? ദൈവത്തിന്റെ പേടകത്തെക്കുറിച്ച്, ദൈവത്തിന്റെ സാമീപ്യത്തെക്കുറിച്ച്, കർത്താവിന്റെ ബലിയെക്കുറിച്ച്, കർത്താവിന്റെ കോപത്തെക്കുറിച്ച്. 59 ഫിലിസ്ത്യർ കൈവശപ്പെടുത്തിയ ദൈവത്തിന്റെ പേടകം എവിടെ നിന്ന് എവിടേക്ക് കൊണ്ടുപോയി? ഷീലോയിൽ നിന്നും അഷ്ദോദിലേക്ക്, എക്രോണിൽ നിന്ന് അഷ്ദോദിലേക്ക്, എബിനേസറിൽ നിന്ന് അഷ്ദോദിലേക്ക്, ഗാസായിൽ നിന്ന് അഷ്ദോദിലേക്ക്. 60 ദാഗോന്റെ ബിംബം മറിഞ്ഞു കിടക്കുന്നതു കണ്ട അഷ്ദോദിലെ ജനങ്ങൾ എന്തു ചെയ്തു? ഭയപ്പെട്ടു, നിലവിളിച്ചു, അതെടുത്ത് യഥാപൂർവം സ്ഥാപിച്ചു, കർത്താവിനെ സ്തുതിച്ചു. 61 പിറ്റേന്നും മറിഞ്ഞു കിടക്കുന്ന ദാഗോന്റെ ബിംബത്തിൽ ദാഗോന്റെ തലയും കൈകളും അറ്റ് എവിടെ കിടക്കുന്നു? ബലിപീഠത്തിൽ, പ്രതിഷ്ഠയ്ക്ക് മുമ്പിൽ, ക്ഷേത്രത്തിൽ, വാതിൽപ്പടിയിൽ. 62 കർത്താവ് അഷ്ദോദിലെ ജനങ്ങളെ എന്തു ചെയ്തു? അനുഗ്രഹിച്ചു, ഭയപ്പെടുത്തി, നിരാശപ്പെടുത്തി, ശപിച്ചു. 63 ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പേടകം നമ്മുടെ ഇടയിൽ ഇരിക്കേണ്ട എന്ന് പറഞ്ഞതാര്? ഗാസായിലെ ജനങ്ങൾ, എക്രോണിലെ ജനങ്ങൾ, അഷ്കലോണിലെ ജനങ്ങൾ, അഷ്ദോദിലെ ജനങ്ങൾ. 64 ദാഗോന്റെ ബിംബം കർത്താവിന്റെ പേടകത്തിനു മുമ്പിൽ നിലത്ത് മറിഞ്ഞു കിടക്കുന്നത് കണ്ടതാര്? എപ്പോൾ? അഷ്ദോദിലെ ജനങ്ങൾ അടുത്ത ദിവസം പ്രഭാതത്തിൽ, ഗത്തിലെ ജനങ്ങൾ അടുത്ത ദിവസം പ്രഭാതത്തിൽ, അഷ്ദോദിലെ പുരോഹിതന്മാർ അടുത്ത ദിവസം പ്രഭാതത്തിൽ, അഷ്ദോദിലെ ജനങ്ങൾ അടുത്ത ദിവസം സന്ധ്യയ്ക്ക്. 65 എന്താണ് കർത്താവിന്റെ പേടകത്തിന് മുൻപിൽ നിലത്ത് മറിഞ്ഞു കിടക്കുന്നത്? ദാഗോന്റെ ഉടൽ, ദാഗോന്റെ ശക്തി, ദാഗോന്റെ ശിരസ്, ദാഗോന്റെ ബിംബം. 66 ദാഗോന്റെ ബിംബത്തിന്റെ എന്താണ് വാതിൽപ്പടിയിൽ കിടക്കുന്നത്?
ദാഗോന്റെ തലയും ഉടലും, ദാഗോന്റെ ഉടൽ, ദാഗോന്റെ തലയും കൈകളും, ദാഗോന്റെ കൈകാലുകൾ. 67 ദാഗോന്റെ പുരോഹിതന്മാരും അവിടെ പ്രവേശിക്കുന്ന മറ്റുള്ളവരും എവിടെയുള്ള ദാഗോന്റെ വാതിൽപ്പടിയിലാണ് ചവിട്ടാത്തത്? എബനേസറിലുള്ള, ഏദോമിലുള്ള, അഷ്ദോദിലുള്ള, ഗത്തിലുള്ള. 68 ആരാണ് അഷ്ദോദിലെ ജനങ്ങളെ ഭയപ്പെടുത്തിയത്? ദൈവത്തിന്റെ പേടകം, പ്രഭുക്കന്മാർ, കർത്താവ്, അവരുടെ ദേവന്മാർ. 69 എന്ത് നമ്മുടെ ഇടയിൽ ഇരിക്കേണ്ട എന്നാണ് അഷ്ദോദിലെ ജനങ്ങൾ പറഞ്ഞത്? ഇസ്രായേലിന്റെ ദൈവത്തിന്റെ കരം, വിജാതീയരുടെ പേടകം, ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പേടകം, ഇസ്രായേലിന്റെ ശക്തി. 70 ഫിലിസ്ത്യ പ്രഭുക്കന്മാരെയെല്ലാം വിളിച്ചു കൂട്ടിയതാര്? അഷ്ദോദിലെ പ്രമാണിമാർ, അഷ്ദോദിലെ പുരോഹിതന്മാർ, അഷ്ദോദിലെ ജനങ്ങൾ, ഗത്തിലെ ജനങ്ങൾ. 71 ദൈവത്തിന്റെ പേടകം ഗത്തിൽ എത്തിയപ്പോൾ എന്തു സംഭവിച്ചു? കർത്താവ് ആ നഗരത്തെയും അനുഗ്രഹിച്ചു, കർത്താവ് ആ നഗരത്തെയും ശിക്ഷിച്ചു. ജനങ്ങൾ ആർപ്പു വിളിച്ചു, ജനങ്ങൾ സന്തോഷിച്ചു. 72 പൂർവസ്ഥാനത്തേക്ക് തിരിച്ചയക്കുമ്പോൾ ഡാഷ് കൊടുത്തയക്കേണ്ടത്? 1 സാമുവൽ 6:2 പ്രകാരം പൂരിപ്പിക്കുക. അതിൻ്റെ കൂടെ അതോടൊപ്പം നാം എന്താണ്, അത് എപ്രകാരമാണ്, അത് എങ്ങനെയാണ്? 73 ആർക്കെല്ലാമാണ് ഒരേ ബാധ ഉണ്ടായത്? ഫിലിസ്ത്യർക്കും അവരുടെ പ്രഭുക്കന്മാർക്കും, ഫിലിസ്ത്യർക്കും അവരുടെ നേതാക്കന്മാർക്കും, ഫിലിസ്ത്യർക്കും അവരുടെ രാജാക്കന്മാർക്കും, ഫിലിസ്ത്യർക്കും അവരുടെ അനുയായികൾക്കും. 74 നിങ്ങളുടെ നാട് നശിപ്പിച്ച എന്തിൻ്റെ രൂപം ഉണ്ടാക്കണം? ജന്തുക്കളുടെ, എലികളുടെ, ജീവികളുടെ, വന്യമൃഗങ്ങളുടെ. 75 നിങ്ങളുടെയും നിങ്ങളുടെ ദേവന്മാരുടെയും നിങ്ങളുടെ നാടിൻ്റെയും മേൽ ശക്തിപ്പെട്ടിരിക്കുന്ന കരം അവിടുന്ന് എന്തു ചെയ്തേക്കാം? നീട്ടിത്തന്നേക്കാം, പിൻവലിച്ചേക്കാം, നിർത്തിയേക്കാം, അനുഗ്രഹിച്ചേക്കാം. 76 എന്താണ് വീട്ടിൽ നിന്നുകൊള്ളട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത്? കഴുതകൾ, പശുക്കുട്ടികൾ, ആട്ടിൻകുട്ടികൾ, കറവപ്പശുക്കളുടെ കുട്ടികൾ. 77 1 സാമുവൽ 6:6 സമാനമായ പഴയ നിയമഭാഗങ്ങൾ ഏതെല്ലാം? സംഖ്യ 4:20, സംഖ്യ 6:20, പുറപ്പാട് 8:29, പുറപ്പാട് 9:7, സങ്കീർത്തനം 76:7, സങ്കീർത്തനം 97:7, ലേവ്യർ 2:20, ലേവ്യർ 25:25. 78 ഇസ്രായേലിയുടെ ദൈവത്തിന്റെ പേടകം തിരിച്ചയക്കുന്നത് എങ്ങനെയാകരുത്? വെറും കൈയോടെ, ഉദാസീനമായി, ഭയത്തോടെ, വൈരാഗ്യത്തോടെ. 79 പ്രായശ്ചിത്ത ബലിക്കുള്ള വസ്തുക്കളോടൊപ്പം ഇസ്രായേലിയുടെ ദൈവത്തിന്റെ പേടകം തിരിച്ചയക്കുമ്പോൾ എന്തു സംഭവിക്കും? നിങ്ങൾ രക്ഷിക്കപ്പെടും, നിങ്ങൾ ശിക്ഷിക്കപ്പെടും, നിങ്ങൾ സുഖം പ്രാപിക്കും, നിങ്ങൾ ആനന്ദിക്കും. 80 പ്രായശ്ചിത്ത ബലിക്കുള്ള കുരുക്കളും എലികളും എന്തുകൊണ്ടാണ് നിർമ്മിക്കേണ്ടത്? മണ്ണ്, സ്വർണം, വെള്ളി, ചെമ്പ്. 81 ആരുടെ മഹിമയെ പ്രകീർത്തിക്കുവിൻ? അത്യുന്നതന്റെ, കർത്താവിന്റെ, ഇസ്രായേലിയുടെ ദൈവത്തിന്റെ, ഫിലിസ്ത്യ ദേവന്മാരുടെ. 82 ഇസ്രായേലിയുടെ ദൈവത്തിന്റെ മഹിമയെ എന്തു ചെയ്യുവിൻ? പ്രകീർത്തിക്കുവിൻ, വാഴ്ത്തുവിൻ, സ്തുതിക്കുവിൻ, മഹത്വപ്പെടുത്തുവിൻ. 83 കർത്താവിന്റെ പേടകവും പ്രായശ്ചിത്ത ബലിക്കുള്ള സ്വർണ്ണയുരുപ്പിടികളും വണ്ടിയിൽ വച്ച ശേഷം എന്തു ചെയ്യുവിൻ? കാത്തിരിക്കുവിൻ, ശ്രദ്ധിക്കുവിൻ, നിരീക്ഷിച്ചു കൊണ്ടിരിക്കുവിൻ, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുവിൻ. 84 പശുക്കൾ സ്വന്തം നാടായ ബത്ശമിഷിലേക്കല്ല പോകുന്നതെങ്കിൽ എന്തു മനസ്സിലാക്കാം? അവിടുന്നല്ല നമ്മെ രക്ഷിച്ചതെന്ന്, അവിടുന്നല്ല നമ്മെ ശിക്ഷിച്ചതെന്ന്, അവിടുന്നല്ല കർത്താവെന്ന്, അവിടുന്നല്ല ദൈവമെന്ന്. 85 ബത്ശമിഷിലേക്കുള്ള പെരുവഴിയിലൂടെ അമറിക്കൊണ്ട് ഇടം വലം നോക്കാതെ നേരെ പോയത് എന്ത്? കഴുതകൾ, പശുക്കൾ, കിടാങ്ങൾ, കാളകൾ. 86 ഗിരിമുകളിൽ താമസിച്ചിരുന്നതാര്? ഏലി, ജോഷുവ, സാമുവൽ, അബിനാദാബ്. 87 കർത്താവിന്റെ പേടകം അബിനാദാബിന്റെ ഭവനത്തിൽ എത്ര കാലമിരുന്നു? ഏറെക്കാലം, 20 വർഷത്തോളം. വളരെക്കാലം, 20 വർഷത്തോളം. 10 വർഷത്തോളം, 40 വർഷത്തോളം. 88 സാമുവൽ ഇസ്രായേൽ ജനത്തോട് എത്ര കാര്യങ്ങൾ പറഞ്ഞു? 2, 3, 4, 5. 89 ആരുടെ കരങ്ങളിൽ നിന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും? ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന്,
അമ്മോന്യരുടെ കരങ്ങളിൽ നിന്ന്, ഫിലിസ്ത്യരുടെ കരങ്ങളിൽ നിന്ന്, വൈരികളുടെ കരങ്ങളിൽ നിന്ന്. 90 സാമുവൽ ഇസ്രായേൽ ജനത്തെ ന്യായപാലനം ചെയ്യാൻ തുടങ്ങിയത് എവിടെ വച്ച്? ഷീലോയിൽ വച്ച്, ബഥേലിൽ വച്ച്, മിസ്പായിൽ വച്ച്, അഷ്ദോദിൽ വച്ച്. 91 അബിനാദാവിന്റെ ഭവനം എവിടെ? എക്രോണിൽ, ഗിരിമുകളിൽ, ബത്ഷെമെഷിൽ, വയലിൽ. 92 എന്താണ് ഗിരിമുകളിൽ താമസിച്ചിരുന്ന അബിനാദാബിന്റെ ഭവനത്തിൽ എത്തിച്ചത്? വാഗ്ദാന പേടകം, കർത്താവിന്റെ പേടകം, കർത്താവിന്റെ കൂടാരം, ദൈവത്തിന്റെ പേടകം. 93 കർത്താവിങ്കിലേക്ക് തിരിഞ്ഞ് വിലപിച്ചു കൊണ്ടിരുന്നതാര്? ഇസ്രായേൽ ജനം, ആളുകൾ, ജനങ്ങൾ, ഫിലിസ്ത്യർ. 94 നിങ്ങളെ പൂർണ്ണമായി ആർക്ക് സമർപ്പിക്കുവിൻ? കർത്താവിന്, ദൈവത്തിന്, അത്യുന്നതന്, എല്ലാറ്റിൻ്റെയും സൃഷ്ടാവിന്. 95 ബാലിന്റെയും അസ്താർത്തയുടെയും ബിംബങ്ങളെ ബഹിഷ്കരിച്ച് കർത്താവിനെ മാത്രം ആരാധിച്ചത് ആര്? ജനങ്ങൾ, ഇസ്രായേല്യർ, ഫിലിസ്ത്യർ, തദ്ദേശവാസികൾ. 96 ഇസ്രായേൽ മുഴുവൻ എവിടെ ഒരുമിച്ച് കൂടട്ടെ എന്നാണ് സാമുവൽ പറഞ്ഞത്? ഷീലോയിൽ, ബഥേലിൽ, മിസ്പായിൽ, പാളയത്തിൽ. 97 മിസ്പായിൽ ഒരുമിച്ച് കൂടിയ ഇസ്രായേൽ ആ ദിവസം മുഴുവൻ എന്തു ചെയ്തു? പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, വിലപിച്ചു, നിലവിളിച്ചു. 98 ഫിലിസ്ത്യരിൽ നിന്ന് തങ്ങളെ രക്ഷിക്കുന്നതിന് ആരോട് നിരന്തരം പ്രാർത്ഥിക്കണമേ എന്നാണ് ഇസ്രായേൽക്കാർ സാമുവലിനോട് അപേക്ഷിച്ചത്? സർവശക്തനായ ദൈവത്തോട്, കാരുണ്യവാനായ ദൈവത്തോട്, അത്യുന്നതനായ ദൈവത്തോട്, ദൈവമായ കർത്താവിനോട്. 99 ഹന്നായുടെ കീർത്തനത്തിന് തുല്യമായി നമുക്ക് പരിചിതമായ മറ്റൊരു ഭാഗം. ദബോറയുടെ കീർത്തനം, മോശയുടെ കീർത്തനം, മറിയത്തിന്റെ സ്തോത്രഗീതം, ദാവീദിന്റെ കൃതജ്ഞതാഗീതം. 100 1 സാമുവലിൽ കർത്താവിന്റെ പേടകം സ്ഥിതി ചെയ്തതായി പ്രതിപാദിക്കപ്പെടുന്ന ആദ്യ സ്ഥലം ഏത്? അഫേക്ക്, എബനേസർ, ഷീലോ, അഷ്ദോദ്. ഓരോ ചോദ്യത്തിന്റെയും നമ്പരും അതിന്റെ ശരിയുത്തരവും ടൈപ്പ് ചെയ്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഇവിടെ ഈ സ്ലൈഡിൽ ആദ്യത്തെ 25 ചോദ്യങ്ങളുടെ ശരിയുത്തരങ്ങൾ ആദ്യത്തെ സ്ക്രീനിലും, അതേ തുടർന്ന് അടുത്ത സ്ക്രീനിലും, അടുത്ത 25 എണ്ണം അതിൻ്റെ അടുത്ത സ്ക്രീനിലും, ഏറ്റവും അവസാനത്തേത് 4ാമത്തെ സ്ക്രീനിലുമായി ഡിസ്പ്ലേ ചെയ്യുകയാണ്. ഓരോ സ്ലൈഡും 3-4 മിനിറ്റ് സമയം വീതം നിങ്ങൾക്ക് കാണാനായി സാധിക്കും. സ്ക്രീനിൻ്റെ മധ്യഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് പോസ് ചെയ്ത് നിൽക്കും, അതായത് സ്റ്റക്കായി നിൽക്കും. നിങ്ങൾക്ക് ശരിയുത്തരങ്ങൾ അവിടെ നിന്ന് തന്നെ നിങ്ങൾ എഴുതിയിരിക്കുന്നതിൽ ABCD എന്നുള്ളത് മാർക്ക് ചെയ്ത് ടിക്ക് ചെയ്യാം. വീണ്ടും നടുക്ക് പ്രസ് ചെയ്യുമ്പോൾ അത് വീണ്ടും പ്ലേ ആയി തുടങ്ങും. അങ്ങനെ 100 വരെയുള്ളത് നിങ്ങൾക്ക് ശരിയുത്തരങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 1 മുതൽ 100 വരെയുള്ള ചോദ്യോത്തരങ്ങളുടെ ശരിയുത്തരങ്ങളും ഇവിടെ സ്ക്രീനിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾ എഴുതിയതും ഇതും തമ്മിൽ ഒത്തുനോക്കിയതിനു ശേഷം എത്ര മാർക്ക് ലഭിച്ചു എന്നത് കമന്റ് ചെയ്യാൻ പരിശ്രമിക്കുക. ഇതുപോലുള്ള ഏതാനും വീഡിയോകൾ കൂടി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്നാൽ ഒരു 10-15 വീഡിയോകൾ മാത്രമേ ഈ രീതിയിൽ നമുക്ക് ചെയ്യാനായി സാധിക്കുകയുള്ളൂ, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയുള്ളൂ. നമ്മൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള മോക്ക് ടെസ്റ്റുകൾ ഗൂഗിൾ ഫോം ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. അത് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമാണ്. 500 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. സ്ക്രീനിൽ നൽകിയിട്ടുള്ള ഗൂഗിൾ പേ നമ്പറിലേക്ക് 500 രൂപ രജിസ്ട്രേഷൻ ഫീസ് അയച്ചതിനു ശേഷം അതേ നമ്പറിലേക്ക് തന്നെ നിങ്ങളുടെ പേരും പരീക്ഷ എഴുതുന്ന നമ്പരും, അതായത് നിങ്ങളുടെ വാട്സപ്പ് നമ്പരും അയച്ചു തന്നാൽ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അതൊരു പെയ്ഡ് ഗ്രൂപ്പാണ്. അല്ലാതെ ജനറൽ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. എല്ലാവരും നന്നായി പഠിക്കുക, വചനം പഠിക്കുക എന്നതാവണം എല്ലാവരുടെയും പരമപ്രധാനമായ ലക്ഷ്യം. എല്ലാവരെയും ദൈവം വളരെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.